നമസ്കാരം. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഈജിപ്തിൽ പുരോഗമിക്കുന്നു. ഇസ്രായേൽ, ഹമാസ് പ്രതിനിധികളും മധ്യസ്ഥരും ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച് 2 വർഷം തികയുന്ന ദിവസമാണ് ചർച്ച നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഗസയിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാധിക്കുന്ന തരത്തിൽ ഒരു കരാറിലെത്താൻ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനാണ് പ്രതിനിധി സംഘം ശ്രമിക്കുന്നതെന്ന് ഹമാസ് വക്താവ് ഫവ്സി ബാർഹോം അറിയിച്ചു. വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ച മുഖ്യ ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 1. താൽക്കാലികമല്ല, സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ. 2. ഗസയിൽ നിന്ന് ഇസ്രായേലി സേനയുടെ സമ്പൂർണ്ണ പിന്മാറ്റം. 3. മാനുഷിക ദുരിതാശ്വാസ സഹായം ഗസയിൽ തടസ്സമില്ലാതെ എത്തണം. 4. പലായനം ചെയ്ത ജനങ്ങളെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കണം. 5. ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ മേൽനോട്ടത്തിൽ സമ്പൂർണ്ണ ഗസ പുനർനിർമ്മാണ പ്രക്രിയ ഉടൻ ആരംഭിക്കണം. 6. തടവുകാരുടെ ന്യായമായ കൈമാറ്റം. ഇവയാണ് ആവശ്യങ്ങൾ. മുൻപ് നടന്ന ചർച്ചകളിലെ പോലെ ഈ വട്ടം ചർച്ച തടസ്സപ്പെടുത്താനും അട്ടിമറിക്കാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്ന് ഫവ്സി ബാർഹോം ആരോപിച്ചു. ഗസയെ തകർക്കാൻ സൈനിക ശക്തിയുടെ ക്രൂരമായ പ്രയോഗവും സമ്പൂർണ്ണ അമേരിക്കൻ പങ്കാളിത്തവും ഉണ്ടെങ്കിലും വിജയത്തിന്റെ വ്യാജ പ്രതിച്ഛായ നേടിയെടുക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും ഹമാസ് വക്താവ് അവകാശപ്പെട്ടു. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകൾ വഴിമുട്ടുമോ അതോ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗസയിലെ സ്ഥിതിഗതികൾ. എന്നാൽ ചർച്ചകൾ നടക്കുന്ന വേളയിലും ഇസ്രായേൽ സൈന്യം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ആക്രമണം നടത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഗസയിലെ മനുഷ്യത്വപരമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ശക്തമാണെങ്കിലും സമാധാന ചർച്ചകൾക്ക് ഫലം കാണാൻ ഇനിയും സമയമെടുത്തേക്കാം. ഗസയിലെ ജനജീവിതം ദുരിതപൂർണ്ണമായി തുടരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ഇപ്പോൾ ഗസയിൽ പോലും തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഹമാസ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ മാത്രമായി 1 ഡസനോളം പ്രകടനങ്ങൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഹമാസിനെതിരെ ഉയർന്നിരുന്നു. നമ്മുടെ നാട്ടിൽ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയരുമ്പോൾ ഗസയിൽ ഉയരുന്നത് ഫ്രീ ഹമാസ് എന്ന മുദ്രാവാക്യമാണ്. അത്രയ്ക്കും അവർ വെറുപ്പിച്ചു കഴിഞ്ഞു. യുദ്ധാനന്തരമുള്ള ഗസയിൽ ഹമാസിന് യാതൊരു റോളും ഉണ്ടാവരുതെന്നാണ് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറയുന്നത്. ഗസയിൽ മറ്റൊരു രാഷ്ട്രീയ ശക്തിയും വളരാൻ അനുവദിക്കാതെ ഉന്മൂലനം ചെയ്തതാണ് ഹമാസിന്റെ ചരിത്രം. നേരത്തെ ഹമാസും മറ്റ് സംഘടനകളും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഹമാസ് അതിൽ വിജയം കണ്ടു. 2007 മുതൽ ഗസ ഹമാസ് നിയന്ത്രണത്തിലായി. PLOയെയും മറ്റും സംഘടനകളെയും നേതാക്കളെ വധിക്കാൻ ഉന്മൂലനം ചെയ്യാനും ഹമാസ് ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഗാസ വാർ തുടങ്ങുന്നതിന് മുമ്പ് ജയിലിലുണ്ടായ സംഘടനത്തിൽ തടവുകാരായ നിരവധി ഫത്ത പാർട്ടിക്കാരെ ഹമാസ് കൊന്നിരുന്നു. ഇങ്ങനെ ഫത്ത പാർട്ടിയും ഹമാസിന്റെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരുമെല്ലാം വരുന്നത് ഇസ്രായേൽ കൊന്ന ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഗസയിലെ ഫത്ത പാർട്ടി അടക്കമുള്ളവർ ഹമാസിന്റെ പതനം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗസയുടെ ഏതാണ്ട് 75% IDFന്റെ കീഴിലായി കഴിഞ്ഞു. മനുഷ്യരെയും ഭീകരരെയും അവർ തരം തിരിച്ച് അരിച്ചെടുക്കുന്നു. ഭീകരരിൽ നിന്ന് സ്വതന്ത്രമായ പ്രദേശങ്ങളിലേക്ക് ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പലായനം എന്ന് പറയുന്നത്. ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഉറവിടങ്ങളുടെ എല്ലാം വാൽവുകളായിരുന്ന നെറ്റ്സാരിയം ഇടനാഴിയും റഫയും ഫിയാഡൽഫി ഇടനാഴിയും മൊറാഖ് ഇടനാഴിയും IDF പിടിച്ചെടുത്തതോടെ ഹമാസിന് ശ്വാസം മുട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഇനി അധിക കാലത്തേക്കൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതോടെയാണ് അവർ ഭാഗിക വെടിനിർത്തലിലേക്ക് വരുന്നത്. സ്വാധീനം കുറഞ്ഞതോടെ സാധാരണക്കാരായ ജനങ്ങൾ ഹമാസിനെതിരെ സംസാരിക്കാനും തുടങ്ങി. ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നത്.